സർ, ഏറ്റവും ഒടുവിൽ ഇതാ രാമായണത്തെ കുറിച്ച് പോലും സോഷ്യൽ മീഡിയകളിൽ വലിയ വിവാദങ്ങൾ നിറയുന്നു. ഏറെ ഖേദകരമുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. രാമായണം ദളിതർ വായിച്ചിട്ടില്ല, അതുകൊണ്ട് സമൂഹം ഒന്നാകെ പ്രതിരോധിക്കണം എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. എന്ത് അടിസ്ഥാനമാണ് ഇതിലുള്ളത്? രാമായണത്തിന് നേരെ പോലും വിദ്വേഷം നടത്തുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ്? അത് വളരെ കൗതുകകരമാണ്. രാമായണ മാസം ആചരിക്കുന്ന സമയത്തൊക്കെ തന്നെ രാമായണത്തിന് എതിരെയുള്ള വിവാദങ്ങൾ ഉയരാറുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, രാമായണത്തിലേക്ക് ജനശ്രദ്ധ തിരിയുന്ന ഒരു മാസത്തിൽ രാമായണത്തെ കുറ്റപ്പെടുത്തിയാൽ, ചീത്ത പറഞ്ഞാൽ, വിമർശിച്ചാൽ പെട്ടെന്ന് ഇയാൾ പ്രശസ്തനാവും, ബുദ്ധിജീവിയായി അറിയപ്പെടും, സാഹിത്യ സാംസ്കാരിക നായകനായി എണ്ണപ്പെടും, സാഹിത്യ അക്കാദമി അവാർഡുകൾ തരപ്പെടും. ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി ആസൂത്രിതമായി നടത്തുന്ന ഒരു നീക്കമാണ് അത്. ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ഞാൻ വായിച്ചു നോക്കി. അതിൽ അദ്ദേഹം പറയുന്നത് ശിലാശാസനങ്ങളിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹം അടിസ്ഥാനപരമായി എടുക്കുന്ന തെളിവ് ശിലാശാസനങ്ങൾ ആണ്. 700 വർഷം മുമ്പ്, 800 വർഷം മുമ്പ്, 1200 വർഷം മുമ്പ് ഒക്കെ ശിലകളിൽ കൊത്തിവെച്ച, കല്ലിൽ കൊത്തിവെച്ച ചില ചരിത്ര രേഖകളുണ്ട്. ആ രേഖകളിലൊന്നും രാമായണം ക്ഷേത്രത്തിൽ വായിച്ചിരുന്നതായി എഴുതപ്പെട്ടിട്ടില്ല. അതുപോലെ രാമായണം താഴ്ന്ന ജാതിക്കാർ വായിച്ചിരുന്നില്ല. ഇതൊക്കെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു പറയുകയാണ്, ജാതി വിവേചനം കേരളത്തിൽ ഉണ്ടായിരുന്നതായി ഒരു ശിലാശാസനത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ശിലാശാസനത്തിലും ഒരിടത്തും കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ ചരിത്രപരമായി ജാതി വിവേചനത്തിന് തെളിവില്ല. ബ്രാഹ്മണ മേധാവിത്വം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു ശിലാശാസനത്തിലും പറഞ്ഞിട്ടില്ല. ഒരിടത്തും കല്ലിൽ കൊത്തിവെച്ചിട്ടുമില്ല. അതുകൊണ്ട് ബ്രാഹ്മണ മേധാവിത്വവും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യത്തിനും ശിലാശാസനവും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലുള്ള തെളിവുകളും അടിസ്ഥാനപരമായി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യത്തിനും, ഒരു ക്ഷേത്രത്തിലും, ഒരു കല്ലിലും ഒന്നും കൊത്തിവെച്ചിട്ടില്ല. അപ്പോൾ ഈ ആരോപണം തന്നെ അടിസ്ഥാനരഹിതമായി പോയില്ലേ? അതായത് എല്ലാത്തിന്റെയും അടിസ്ഥാനം ക്ഷേത്രങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കൊത്തുപണികളിലെ രേഖകൾ, ശിലാശാസനങ്ങളാണ് എന്ന വാദം മുന്നോട്ട് വെക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നിനും യാതൊരു അടിത്തറയുമില്ല. അപ്പോ പിന്നെ ബാക്കി ഏതടിസ്ഥാനത്തിലാണ് ഇവിടെ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? ഏതടിസ്ഥാനത്തിലാണ് ഇവിടെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? അപ്പോൾ എന്തിനും ഏതിനും പ്രമാണമായിട്ടുള്ളത് ക്ഷേത്രങ്ങളിലെ ശിലാശാസനങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ബുദ്ധിജീവികൾ, ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനും കൂടി മറുപടി പറയണമെന്നാണ് എന്റെ ആഗ്രഹം. ജയസൂര്യൻ സാർ, ഇവര് പറയുന്നതിൽ ചില വാദങ്ങൾ എന്ന് പറയുന്നത് ദളിതർക്ക് ആർക്കും രാമായണം വായിക്കാൻ രാമായണം വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നയാളെ രാമായണ പാരായണം നടത്താവോ, ഇന്നയാളുകൾ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുണ്ടോ? മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ അവര് പറയുന്ന വിചിത്രമായ ചില വാദങ്ങളുണ്ട്. ജയസൂര്യൻ സാറ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കൗതുകകരമായ ചില കാര്യങ്ങൾ. പഴയിടം നമ്പൂതിരി സദ്യ വയ്ക്കുന്നു, നമ്പൂതിരി ആയതുകൊണ്ടല്ലേ സദ്യ വയ്ക്കുന്നത്, അതെന്താ കോശിയോ റഷീദോ സദ്യ വെച്ചാൽ ശരിയാവില്ലേ? ഇത്തരം വാദങ്ങളൊക്കെ അവരുന്നയിക്കുന്നത് മണ്ടത്തരം പറയുന്നതാണോ, അല്ലെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങൾക്കാണോ ഇന്ന് കേരള സാമൂഹിക വ്യവസ്ഥിതിയിൽ കൂടുതൽ പ്രാധാന്യം? അങ്ങനെ പറഞ്ഞാൽ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടും. അങ്ങനെ പറഞ്ഞാൽ CPIM-ന്റെ പാർട്ടി ടിക്കറ്റ് കിട്ടും. അങ്ങനെ പറഞ്ഞാൽ സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവിയായി അംഗീകരിക്കപ്പെടും. അങ്ങനെ പറഞ്ഞാൽ സെമിനാറുകളിൽ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടും. ഓരോ പ്രസംഗത്തിന് 5000-10000 രൂപ വെച്ച് പ്രതിഫലം കിട്ടും. പിന്നെ പൊന്നാട പതപ്പിക്കും, കാറിന്റെ കൂലി കിട്ടും, പോകാൻ നേരത്ത് കള്ളും മേടിച്ചു കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പെട്ടെന്ന് സമൂഹത്തിൽ അറിയപ്പെടാനും കൂടുതൽ പണമുണ്ടാക്കാനും സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടാനും സംസ്കാര സർക്കാർ ഇയാളുടെ പുസ്തകം പാഠപുസ്തകമാക്കി പഠിപ്പിക്കാനും ഒക്കെയുള്ള ഒരു കുറുക്കുവഴിയാണ് ഇത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ രാമായണത്തെ ഇങ്ങനെ കുറ്റം പറയുന്ന ഇയാൾ ഒരിക്കലും ഖുറാനെ കുറ്റം പറയല. കാരണം കയ്യും കാലും കഴുത്തും ഒക്കെ അവിടെ തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ബൈബിളിനെയും കുറ്റം പറയല. സംഘടിത വോട്ട് ബാങ്ക് ഉണ്ട്.
പിന്നെ രാമായണം വഴിയിൽ കെട്ടിയ ചെണ്ടയായതുകൊണ്ട് ആർക്കും കയറി കൊട്ടാവില്ല. എനിക്ക് ഒരൊറ്റ മറുപടി ഇതിന് പറയാനുള്ളൂ. രാമായണത്തിന്റെ ആദ്യത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ മേധാവി ആയിരുന്നില്ല, സവർണനായിരുന്നില്ല. അതുപോലെ തന്നെ വാൽമീകി എന്ന് പറയുന്നത് ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനുമല്ല, പിന്നെയോ തികഞ്ഞ അവർണനായി കാട്ടിൽ താമസിച്ചിരുന്ന ഒരു കാട്ടാളനാണ്. അപ്പോ വ്യാസൻ ആരാണ്? മഹാഭാരതം എഴുതിയ വ്യാസനും അതുപോലെ തന്നെ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല, തികച്ചും അവർണനാണ്, ഒരു മുക്കുവ സ്ത്രീയുടെ മകനാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സത്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നിരിക്കെ വീണ്ടും വീണ്ടും എല്ലാ വർഷവും രാമായണ മാസം വരുമ്പോൾ രാമായണത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. കൂടാതെ പാഠപുസ്തകം, അപ്പൊ ഡിഗ്രിക്കൊക്കെ പാഠപുസ്തകമായിട്ട് എടുക്കും. ഇപ്പൊ വേടനെയൊക്കെ ഡിഗ്രിയിൽ പാഠപുസ്തകമായിട്ട് എടുത്തല്ലോ വേടന്റെ പാട്ടുകൾ. ഇനി വേടനെ കുറിച്ച് ഡോക്ടറേറ്റും എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന വ്യക്തികൾ, അത് ഒരാളാണേലും ഒന്നിലധികം ആൾക്കാരാണേലും, അവർക്കെല്ലാം ഉള്ള സാഹിത്യ അക്കാദമി അവാർഡ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പുസ്തകം സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കാൻ വേണ്ടി എടുക്കും. അവർക്കൊക്കെ ഇഷ്ടം പോലെ അവാർഡുകൾ കിട്ടും. അവർക്ക് സംസ്ഥാന മാസകലം സർക്കാർ വക സദസ്സുകളിൽ സംസാരിക്കാനും പ്രസംഗിക്കാനും അവസരം കിട്ടും. അവർ പറയുന്നതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ വായിൽ വലിയ വെണ്ടക്കായിൽ നിരത്തുകയും ചെയ്യും. ഇത് അങ്ങനെയുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. ജയസൂര്യൻ സാർ ഇപ്പോൾ പറഞ്ഞതിൽ നമ്മൾ വിശദീകരിക്കേണ്ടുന്ന, ഒന്നുകൂടി ഇത് കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾ വിശദീകരിച്ച് നൽകേണ്ടുന്ന ഒരു വലിയ പോയിന്റ് ഉണ്ട്. സാർ ഇപ്പോൾ പറയുമ്പോൾ പറഞ്ഞിരുന്നു ഒരു മുക്കുവ സ്ത്രീയുടെ മകൻ രചിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു രാമായണം എന്ന്. അപ്പോൾ ഒരു തരത്തിൽ രാമായണം എഴുതിയത് ദളിതനോ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ദളിതൻ എഴുതിയ രാമായണം വായിക്കാൻ ദളിതർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിനെ ഒന്ന് വിലയിരുത്താമോ? അതായത് മുക്കുവ സ്ത്രീയുടെ മകൻ എഴുതിയത് രാമായണമല്ല, മഹാഭാരതമാണ്. കാട്ടാളൻ എഴുതിയതാണ് രാമായണം. അപ്പോ ഈ കാട്ടാളന് രാമായണം എഴുതാമെങ്കിൽ അയാൾ ഏതായാലും അത് വായിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ജാതിക്ക് രാമായണത്തെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നവർ വിവിധങ്ങളായ നൂറുകണക്കിന് രാമായണങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായത് ഒന്ന് വായിച്ചു നോക്കണം. അതായത് എല്ലാ ജാതി വിഭാഗങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും രാമായണം എഴുതപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ടവർ അവരവരുടേതായ രീതിയിൽ രാമായണത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, പാടി നടന്നിട്ടുമുണ്ട്. ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഫാദർ കാമിൽ ബുൽക്കെ എന്ന് പറയുന്ന ക്രൈസ്തവ പാതിരി ഇന്ത്യയിൽ വന്ന് ഉത്തർപ്രദേശിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എടുത്ത ഒരു PhD ഉണ്ട്, ഡോക്ടറേറ്റ്. ആ ഡോക്ടറേറ്റിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ തീസിസ് ദ സ്റ്റോറി ഓഫ് രാമ, രാമകഥ എന്ന പേരിൽ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ രാമായണം എവിടെയൊക്കെയാണ് പ്രചരിച്ചതെന്നും ആരാണ് പ്രചരിപ്പിച്ചതെന്നും ആരാണ് ഇത് വായിച്ചതെന്നും ആരാണിത് പഠിച്ചതെന്നും പഠിപ്പിച്ചതെന്നും വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശിലാശാസനമൊന്നും അല്ലല്ലോ, മലയാളത്തിന്റെ സാഹിത്യ അക്കാദമി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പാകെ ഉണ്ടായിരിക്കെ രാമായണം എന്ന് പറയുന്നത് ജാതി വ്യത്യാസത്തോടു കൂടി കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ആ പറയുന്നയാൾ സ്വയം അപഹാസ്യനാവുകയാണ്. രാമായണം എഴുതിയ ആള് തന്നെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര എന്ന ചാതുർവർണ്ണത്തിന് പുറത്ത് വനത്തിൽ താമസിക്കുന്ന ആദിവാസിയായ കാട്ടാളൻ എഴുതിയതാണ്. രത്നാകരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതിന് കൊള്ളയടിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴില്. അതായത് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ റോബറി ആയിരുന്നു. ആ സമയത്ത് ആണ് സപ്തർഷികൾ അതുവഴി വരികയും അദ്ദേഹത്തെ പിടിച്ചിരുത്തി രാമമന്ത്രം ജപിപ്പിക്കുകയും അദ്ദേഹം പിന്നീട് രാമായണം എഴുതുകയും ചെയ്തു. അതിനൊരു കാരണം, ഈ സപ്തർഷികൾ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ പിടിച്ചു പറിക്കുമ്പോ ഈ പിടിച്ചുപറിയുടെ ഫലമായി കിട്ടുന്ന പണം നിങ്ങൾക്ക് പാപം കൊണ്ടുവരും. ആ പാപം അനുഭവിക്കാൻ നിങ്ങളുടെ ഭാര്യയും മക്കളും തയ്യാറാണോ? ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ, ഞാനും മക്കളും ഒന്നും അതിന്റെ പങ്ക് പറ്റാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് റോബറി എന്ന് പറയുന്ന കൊള്ള നിർത്തിയിട്ട് അദ്ദേഹം രാമായണം രചിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതൊക്കെ കൃത്യമായി രാമായണത്തിൽ തന്നെ നമുക്ക് കാണാവുന്ന കാര്യമാണ്. എന്നിട്ടും അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ കൊടുക്കുന്ന അവാർഡുകൾ മേടിക്കാനുള്ള ഒരു തന്ത്രം എന്ന് മാത്രം കരുതിയാൽ മതി.
തീർച്ചയായും ഇത്തരത്തിൽ അവാർഡുകൾ ലക്ഷ്യം വെച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ വിശ്വാസപൂർവം രാമായണത്തെ കാണുന്ന, രാമായണ പാരായണം ചെയ്യേണ്ടുന്ന കർക്കിടക മാസത്തിൽ വളരെ ഭക്തിപൂർവം ഇത് കാണുന്ന ആളുകളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു, ജയസൂര്യൻ സർ.